നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. 2026 ടീം ഇന്ത്യയുടെ ആദ്യ മത്സരം വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണല്ലോ നമ്മളെല്ലാവരും. ന്യൂസിലാൻഡിനെതിരെയുള്ള ഏകദിന പരമ്പരയാണ് ഇനി വരാനുള്ളത്. അത് ഞായറാഴ്ച ജനുവരി 11 ആരംഭിക്കുന്നു. ജനുവരി 11 ഉച്ചതിരിഞ്ഞ് 1:30 ആദ്യ മത്സരം വഡോദരയിൽ നടക്കുന്നത്. ഏതായാലും അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ ഉപനായകൻ ശ്രേയസ് അയ്യരുടെ കാര്യത്തിൽ ഒരു ഫൈനൽ തീരുമാനം വന്നിരിക്കുന്നു. സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ ശ്രേയസ് അയ്യരെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും കൃത്യമായിട്ട് BCCI പറഞ്ഞിരുന്നു സബ്ജക്റ്റ് ടു ഫിറ്റ്നസ് ക്ലിയറൻസ്. സെൻറ്റർ ഓഫ് എക്സലൻസിൽ നിന്ന് ക്ലിയറൻസ് ലഭിക്കേണ്ടതുണ്ടായിരുന്നു. അദ്ദേഹം വിജയ് ഹസാരെ ട്രോഫിയിൽ മുംബൈക്ക് വേണ്ടി കളിക്കുകയും മികച്ച പ്രകടനം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ ഫൈനലി ആ തീരുമാനം വന്നിരിക്കുന്നു. പ്രമുഖ ക്രിക്കറ്റ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. ഡെപ്യൂട്ടി ക്യാപ്റ്റൻ, അതായത് വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ഇപ്പോൾ ഇന്ത്യൻ ടീമിനായിട്ട് കളിക്കാൻ ഫിറ്റായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ റീഹാബിലിറ്റേഷൻ കംപ്ലീറ്റ് ആയിരിക്കുന്നു. സെൻറ്റർ ഓഫ് എക്സലൻസിൻ്റെ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയുടെ ഹെഡായിട്ടുള്ള VVS ലക്ഷ്മൺ ഇപ്പോൾ ചീഫ് സെലക്ടർ അജിത് അഗാർക്കറെ ഇമെയിലിലൂടെ അറിയിച്ചിട്ടുണ്ട് അയ്യരുടെ റീഹാബിലിറ്റേഷൻ ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളത്. അതായത് അദ്ദേഹം ഇപ്പോൾ NCAയിൽ നിന്ന് NCAയുടെ മോണിറ്ററിങ്ങിൽ നിന്ന് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് എക്സലൻസിൻ്റെ മോണിറ്ററിങ്ങിൽ നിന്ന് ഡിസ്ചാർജ്ഡ് ആയിരിക്കുന്നു. അദ്ദേഹത്തിന് ഇനി ODI മത്സരം കളിക്കാം. ന്യൂസിലാൻഡിനെതിരെയുള്ള ODI മത്സരം കളിക്കാം. അദ്ദേഹത്തിൻ്റെ മാച്ച് ഫിറ്റ്നസ് ഇപ്പോൾ പ്രൂവ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇമെയിൽ അയച്ചതോടുകൂടി അദ്ദേഹത്തിന് ആദ്യ മത്സരത്തിൽ തന്നെ പ്ലേയിങ് ലെവലിൽ ഇടം പിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ ശ്രേയസ് അയ്യർ മടങ്ങിയെത്തുന്നു. ആദ്യ മത്സരം ജനുവരി 11 വഡോദരയിൽ വെച്ചാണെങ്കിൽ രണ്ടാമത്തെ മത്സരം ജനുവരി 14 ആ മത്സരം നടക്കുന്നത് സൗരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിലായിരിക്കും. പിന്നെ മൂന്നാമത്തെ മത്സരം ജനുവരി 18 ആ മത്സരം നടക്കുന്നത് ഹോൾക്കർ സ്റ്റേഡിയം ഇൻഡോറിലാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.